ധന്യൻ തിയോഫിനച്ചൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത് ഈ ആശ്രമത്തിന് അകത്ത് തന്നെയാണ്. ഇവിടെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിനകത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കബറിടം വെച്ചിരിക്കുന്നത്. ഒപ്പം ജാതിമത ഭേദമന്യേ നിരവധി വിശ്വാസികളാണ് തിയോഫിനച്ചൻ്റെ ഈ ഒരു കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടി മാധ്യസ്ഥ്യം അപേക്ഷിച്ച് അതെല്ലാം നടത്തിക്കിട്ടുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ അവർ ഏറ്റുപറയുകയും നിരവധി പേർ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് റാഫേൽ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടൻ വലിയ സന്തോഷത്തിലാണ്. കാരണം തിയോഫിനച്ചനെ നേരിട്ട് കണ്ട ഒരു അനുഭവമുണ്ട്, അച്ഛനോടൊപ്പം പ്രവർത്തിച്ച ഒരു അനുഭവമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒപ്പം തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥയിൽ ഒരുപാട് അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നായിരുന്നു കണ്ടത് നേരിട്ട്? അച്ഛനെ നേരിട്ട് എൻ്റെ 22 വയസ്സുള്ളപ്പോൾ അച്ഛനെ ഇവിടെ വന്ന് കാണുന്നതാണ്. ഇവിടെ ഒരു ശാന്തി കലാനിലയം നമ്മളുടെ ഒരു ക്ലബ്ബുണ്ട്, അതിൽ ഞാൻ മെമ്പറാണ്. അപ്പം ഞാൻ അച്ഛൻ സ്ഥാപിച്ച ഞങ്ങളൊരു 30 പിള്ളേരുണ്ടായി. അന്നേരം ഒരു 21, 23, 40 വയസ്സ് പിള്ളേരുണ്ടായി. അതിൽ ഞങ്ങൾ ജനുവരി ഫസ്റ്റിന് ഇവിടെ നാടകം അവതരിപ്പിക്കും. അപ്പോൾ എല്ലാ ജനുവരി ഫസ്റ്റിനും ഇവിടെ. അപ്പോൾ അന്നേരം ക്രിസ്ത്യൻ പെണ്ണുങ്ങളൊന്നും പുറത്ത് സിനിമക്കൊന്നും പോകില്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഒരു പാവമായിട്ട് അന്ന് കാണണം. അങ്ങനെ അവിടെ ജനുവരി ഫസ്റ്റ് കോമ്പൗണ്ട് നിറച്ച ആളായിരിക്കും, നിറച്ച ആളായിരിക്കും. ഈ സ്റ്റേജിൽ ഞങ്ങൾ നാടകം അവതരിപ്പിക്കും. അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മരിച്ച് ബോട്ട് ചട്ടി ചെന്ന് ബോട്ട് കടന്ന് വൈപ്പി കടന്ന് അവിടെ നിന്ന് ഓരോ ബസ്സിനും ഇങ്ങനെ കടന്ന് ഓട്ടോറിക്ഷക്കൊക്കെ പോയി മരിച്ചപ്പോൾ അത് അറിയിക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. പലരും പോയി. ഞാൻ ഇവിടെ വൈപ്പി മുതൽ കാരയിൽ വരെ പോയി. ഇവിടെ തിരിച്ച് 4 മണിക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ പോണത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുക, എന്തായാലും ഇത്ര സ്പീഡിൽ ഇങ്ങനെ തിയോഫിനച്ചൻ മരിച്ചെന്ന്. അപ്പോൾ അവിടെയുള്ളവർക്ക് പറഞ്ഞാൽ അത് പുണ്യാളച്ചൻ എന്നാണ് ഞങ്ങൾ പറയണത്. അങ്ങനെ എല്ലാവരും അങ്ങനെ പലരും അങ്ങനെ പറഞ്ഞ അച്ഛനെ പറ്റി. അച്ഛൻ്റെ വീടിൻ്റെ ആ പരിസരത്തൊക്കെ കുടിപ്പിങ്ങനെ പോയി കാരയിൽ പോയി 4 മണിക്ക് ഇവിടെ വന്ന സംസ്കാരത്തിന് പങ്കെടുത്ത്. അച്ഛൻ്റെ അനുഗ്രഹം, അച്ഛൻ്റെ മാധ്യസ്ഥ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടല്ലോ, എന്താണ്? എനിക്ക് എൻ്റെ തല അതിങ്ങനെ വിറക്കുമായിരുന്നു. അപ്പോൾ ചെറിയൊരു വിറവില്ല. അപ്പോൾ കാണുന്നവർക്കൊക്കെ ഒരു അസ്വസ്ഥത തോന്നുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ENT സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഒരാൾ, പ്രദീപ് നമ്മുടെ. അപ്പോൾ ആ പുള്ളിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ മാറിക്കോളും ചേട്ടാന്ന് പറഞ്ഞു, മരുന്നൊക്കെ തന്നു. പറഞ്ഞു ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് മുട്ടിപ്പാട്ട് ദിവസം ഞാനിവിടെ എപ്പോഴും അന്ന് മുതൽ ഇവിടെ എപ്പോഴും വരും. പ്രാർത്ഥിച്ച് എൻ്റെ തലവരവല അങ്ങോട്ട് മാറിപ്പോയി. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്ക് കിട്ടി. അച്ഛനായിട്ട് വലിയ ജീവിച്ചിരിക്കുമ്പോഴും വലിയ സ്നേഹത്തിലും അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട് അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ കേട്ട് അച്ഛൻ്റെ പെങ്ങൾ ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ്. ധന്യൻ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ ഒരു സന്തോഷത്തിലാണ് അല്ലേ? കാരണം അച്ഛനോടൊപ്പം തന്നെ പ്രവർത്തിക്കാനും കൂടെ ഉണ്ടാവാനൊക്കെ സാധിച്ചു. അച്ഛൻ സ്ഥാപിച്ച ശാന്തി കലാനിലയത്തിൽ നാടകം അവതരിപ്പിച്ച വ്യക്തിയും കൂടിയാണ്. എന്നോട് കൂടെ ഇപ്പോൾ ഉള്ളത് തങ്കമ്മ എന്ന് പറയുന്ന ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി ഒരു ക്രൈസ്തവ ഹൈന്ദവ സമൂഹത്തിൽ നിന്നാണ്. പക്ഷേ തിയോഫിനച്ചൻ്റെ അടുത്ത് എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ വരും. വലിയ ഭക്തിയാണ് അമ്മച്ചിക്കും അമ്മച്ചിയുടെ അമ്മയ്ക്കും. വലിയൊരു അനുഗ്രഹം തിയോഫിനച്ചൻ വഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി തിയോഫിനച്ചനെ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അമ്മച്ചിയോട് ചോദിക്കുക, അമ്മച്ചി അച്ഛനെ എപ്പോഴൊക്കെ ചെറുപ്പത്തിലാണോ നേരിട്ട് കണ്ടത്? ചെറുപ്പത്തിലെന്ന് വെച്ചാൽ ഒരുവിധം പ്രായമായപ്പോൾ. അന്നേരം ഇതൊന്നും ഇല്ല. അപ്പുറത്താണ് ഒരു ചെറിയ ഇതായിട്ട്. എങ്ങനെയാണ് ഇവിടെ വന്ന് അച്ഛനിലെ ഒരു എങ്ങനെയാ വിശ്വാസത്തിലേക്ക് വന്നത്? ഈ വിഷം കൊടുത്തില്ലേ, വിഷം തീണ്ടിയില്ലേ അമ്മക്ക്, അച്ഛൻ എൻ്റെ അമ്മക്ക്, അമ്മച്ചിയുടെ അമ്മയ്ക്ക് വിഷം തീണ്ടി. അതോടുകൂടിയാണ് എനിക്ക്. അപ്പൊ എന്താ സംഭവിച്ചത്? അന്ന് വിഷം പാമ്പ് പിടിച്ചത്. എന്നിട്ട് അച്ഛൻ വെറ്റിനറിയിലാണ് മരുന്ന് കൊടുത്തത്. അച്ഛനടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ആരാണ് പറഞ്ഞത് അച്ഛനടുത്ത് കൊണ്ടുവന്നോന്ന് പറഞ്ഞത്? ആരാണ്ട് പറഞ്ഞപ്പോ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ അച്ഛനില്ല ഇതുപോലെ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ വേറെ പെണ്ണുമ്പോഴൊക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരങ്ങോട്ട് പോയപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. അപ്പൊ അന്നേരം അതോടുകൂടി എനിക്ക് വിശ്വാസമായി. അമ്മയ്ക്ക് മാറിയ അച്ഛൻ അസുഖം അറിയാം. അന്നൊക്കെ 101 കൂടം വെള്ളമാണ് വരണം. അവരതൊന്നും ചെയ്തില്ല. എൻ്റെ അമ്മേനെ ഞാൻ ഉറക്കിയില്ല. പിന്നെ 90 വയസ്സ് വരെ എൻ്റെ അമ്മ ഇരുന്നത്. അത്ര നാള് പിന്നീട് അതിനുശേഷം ചേച്ചി എല്ലാ തിങ്കളാഴ്ചകളും തിങ്കളാഴ്ച വരും. പ്രാർത്ഥിക്കാറുണ്ട്. അതൊന്നും വലിയ കെട്ടിടങ്ങളൊന്നുമില്ല.
ശരിയല്ലേ? അതെ. ഇപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കും അല്ലേ? ഇപ്പോഴും വരും. ഇപ്പോഴും അനുഗ്രഹം കിട്ടാറുണ്ടോ? ഓ ഉണ്ട്, പലതും കൊണ്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ ചെറിയ കച്ചവടമാണെങ്കിലും അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിംസ് എല്ലാവരും ഹിന്ദുവും ക്രിസ്ത്യാനി എന്നുള്ള പേര് എന്തൊന്നുമില്ല. ഇല്ല, എല്ലാവരും ഒന്നുപോലെ തന്നെ. അപ്പൊ അച്ഛൻ്റെ കഞ്ഞിത്തേക്ക് കുടിച്ചു എല്ലാവർക്കും അനുഗ്രഹം കിട്ടുകയും ചെയ്യും. കിട്ടുകയും ചെയ്യും. അങ്ങനെ എൻ്റെ പേര് ട്വിങ്കിൾ. ഞാനൊരു ചെസ് പ്ലെയറാണ്. ഇൻ്റർനാഷണൽ ലെവൽ വരെ എനിക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഓരോ കളിക്കുമ്പോഴും ഞാൻ തിയോഫ്നസിൻ്റെ മാധ്യസ്ഥം തേടാറുണ്ട്. എനിക്ക് ഇവിടം വരെ എത്തിച്ചതിന് തിയോഫ്നസിന് നന്ദി പറയുന്നു. ഞാൻ ഓരോ റൗണ്ട് തോക്കാൻ പോകുമ്പോഴും എൻ്റെ ഓപ്പോണൻറ്റ് ചിലപ്പോൾ 2-3 പ്രാവശ്യം എന്നെ തോൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ റൗണ്ട് നാഷണലിൽ ലാസ്റ്റ് റൗണ്ട് തന്നെ അതേപോലെ ഒരു മാച്ച് വന്നപ്പോൾ ഞാൻ തിയോഫ്നസിൻ്റെ സഹായം തേടി ആ റൗണ്ട് എനിക്ക് ജയിക്കാനും സാധിച്ച് നാഷണലിൽ 3rd കിട്ടുകയും ചെയ്ത്. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ സ്റ്റേറ്റിൽ തന്നെ ഈ വർഷം തന്നെ 3 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് തരുന്നു. ഞാൻ തിയോഫ്നസിന് 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് തലവേദനയൊക്കെ വന്ന് ഒരിടയ്ക്ക് എനിക്ക് കാണാനും കളിക്കാനും ഓർമ്മയൊക്കെ പോയൊക്കെ ചെയ്തു. ഒരിടയ്ക്ക് ഓർമ്മ പോയ കാര്യമൊന്നും അവൾക്ക് ശരിക്കും അറിയില്ല. കുറച്ചധികം ദിവസങ്ങളിൽ ഓർമ്മ പോയി. അപ്പം ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ബിനോച്ചിനൊക്കെ അറിയാം. അപ്പോൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങി ഓർമ്മ പോയിട്ട് ഓടുന്ന ഒരവസ്ഥയിലോട്ട് ആളെത്തിപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ശക്തമായി പ്രാർത്ഥിച്ച് ബിനോച്ചിനൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അച്ഛൻ കണ്ടുകൊണ്ടിരുന്ന കാറിൽ നിന്നൊക്കെ തുറന്നിറങ്ങി. അപ്പോൾ നമ്മൾ ഇനി ഓർമ്മ തിരിച്ച് കിട്ടുമോ ഇല്ലെന്നുള്ളൊരു അറിയില്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഒരു ചെസ് പ്ലെയറാണ്, ഇനി കളിക്കില്ലെന്ന് തന്നെയാണ് ഉറപ്പിച്ചതാണത്. ഒരിക്കലും ഞാൻ കളിക്കില്ലെന്ന് ഞങ്ങൾ വേദനയോടെ ഓർത്തിരുന്ന കാര്യമാണത്. പക്ഷെ അത് ഈ കൊറോണ സമയത്താണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത്. അങ്ങനെ അച്ഛന്മാരൊക്കെ നല്ലപോലെ പ്രാർത്ഥിച്ച് തിയോഫ്നസിൻ്റെ എണ്ണയൊക്കെ പുരട്ടി എന്തോ അത്ഭുതകരമായി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് ഇനി തിരിച്ച് കിട്ടൂലെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു വലിയ മിറാക്കിളാണ്. പിന്നെ ഇങ്ങനെ ചെസ്സ് കളിക്കുമെന്നോ പിന്നെ ഈ ലെവലിലോട്ട് വീണ്ടും വരുമെന്നോ ഓർത്തില്ല. ഈ പ്രാവശ്യം 3 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ 2025 ലാസ്റ്റിൽ കിട്ടിത്തീർന്നത്. ഇനി ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയാണ്. ഒട്ടും അറിയില്ല, ശരിക്കും നല്ല ലെവലിൽ ചെസ്സ് പഠിച്ചിട്ടുള്ള ആളല്ല. പക്ഷേ ഒരു ദൈവത്തിൻ്റെ പ്രത്യേക കയ്യൊഴുപ്പ് പോലെ എപ്പോഴും ഇവിടെ വന്ന് അച്ഛനോട് പ്രാർത്ഥിക്കും. പോകാൻ നേരത്തും തോറ്റാലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരവസ്ഥയിൽ മോള് പോയിക്കൊണ്ടിരിക്കുന്നത്.